കാലൻ അങ്ങ് പോവുകയും ചെയ്ത് രാജാവ് സുഖമാകുകയും ചെയ്ത് ഇവൻ സമ്പന്നനാകുകയും ചെയ്തു. മനസ്സിലാകുന്നല്ലോ. അതാണ് ഡോക്ടറുടെ പണി. നമ്മുടെ കാലനെ നമ്മളെ പറഞ്ഞ് ഓടിപ്പിക്കും. അവൻ അമ്മയെ പറഞ്ഞ ഓടിച്ചത്. ഡോക്ടർ അങ്ങനെയല്ല. അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പേടിച്ചു പോയി, അയാൾ കാലം പേടിച്ചു പോയി. എന്നാൽ ഞാൻ പറഞ്ഞത്, ഇന്ന് മനുഷ്യനായി ജീവിക്കാൻ അതാണ് എല്ലാവരുടെയും ജോലി. അതാണ് നമ്മൾ ഇന്ന് മനുഷ്യത്വം പോയി. മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനാകുന്നത്? മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അഭിപ്രായം, സമൂഹത്തിൻ്റെ അംഗമാകുക, മറ്റു മനുഷ്യനുമായുള്ള ബന്ധം, എൻ്റെ കഴിവുകൾ മറ്റുള്ളവൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കുന്നതിനുള്ള ആ മനസ്സാണ് പ്രാപ്തി. 1000 കുടുംബങ്ങളുടെ ദുഃഖം, ഞാൻ 10,000 കുടുംബങ്ങളുടെ ദുഃഖം തീർത്ത ആളാണ് ഈ ഡോക്ടർ. അല്ലേ ഇന്ന് അവർ അനാഥരായിട്ട് അവിടെ അവർക്ക് വീടില്ലാതെയൊക്കെ ഇരിക്കേണ്ട ആളാണ്. രോഗം സൗഖ്യമാക്കിയ ആളല്ല, നമ്മൾ രോഗം സൗഖ്യമാക്കി. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല, മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇന്ന് നമ്മുടെ വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കരുതുവാൻ പഠിക്കണം. അത് ആ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അത് മുഖ്യമന്ത്രി ആയാലും ഒരു മന്ത്രിയും അല്ലെങ്കിലും ചങ്കന് സൂക്കേട് വരും. അല്ലാതെ മുഖ്യമന്ത്രിക്ക് വലിയ എഴുതുന്നില്ല. കാരണം അദ്ദേഹം ആദ്യം ചികിത്സിച്ചതിന് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ചെയ്യരുത്, അതെല്ലാം പറയുന്നുണ്ട്. മനുഷ്യനേതെല്ലാം വിധത്തിൽ പ്രതികരിക്കും, അങ്ങനെയൊക്കെ ഉള്ള വളരെ വിശിഷ്ടമായ ഒരു പുസ്തകമാണ്. അവസാനം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് കേരളം മനുഷ്യരെ കൊണ്ട് നിറയ്ക്കും. എവിടെയെല്ലാം മനുഷ്യൻ്റെ ചങ്കുകൾ തകർന്നിരിക്കുന്നു. ചങ്കെന്ന് ഞാൻ പറയുമ്പോൾ, ചങ്കാണ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി. മനുഷ്യത്വം നഷ്ടപ്പെട്ട രംഗങ്ങൾ അവൻ്റെ മനുഷ്യത്വം ലഭിക്കാൻ തക്കവണ്ണം അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ദോഷങ്ങളെ നീക്കി നന്മകളെ വളർത്തുന്നതിനുള്ള ഒരു പ്രേരണ സമൂഹത്തിന് നൽകുന്ന ഒരു പുസ്തകമായി തീരുകയും ഇത് വായിച്ച് ഞാൻ നന്നാകുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും എന്നെ ഇതിന് തിരഞ്ഞെടുത്തതിലുള്ള ബുദ്ധികളുടെ ദൈവങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. നർമ്മമധുരവും ചിന്തോദ്ദീപകവുമായ വാക്കുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച വലിയ തിരുമേനിക്ക് നന്ദി. രാജ്യാന്തര പ്രശസ്തനായ ഹൃദയ ചികിത്സകൻ പത്മശ്രീ ഡോക്ടർ ജി വിജയരാഘവൻ ഗ്രന്ഥകാരനായ ഡോക്ടർ എൻ പ്രതാപ് കുമാറിൻ്റെ ഗുരുനാഥനും കുടുംബ സുഹൃത്തും കൂടിയാണ്. ഡോക്ടർ വിജയരാഘവൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത ശ്രീ പെരുമ്പടം ശ്രീധരൻ, ശ്രീ ജോർജ് ഓണക്കൂർ, ശ്രീ മുല്ലക്കര രത്നാകരൻ, ശ്രീ എം.ആർ. തമ്പൻ, പ്രൊഫസർ അലിയാർ, എൻ്റെ സുഹൃത്ത് പ്രതാപ് കുമാർ, അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, മറ്റ് സുഹൃത്തുക്കളെ, ഇവിടുത്തെ പ്രാസംഗികരുടെ പേര് വായിച്ചു കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് പേടിയാകും. അങ്ങേയറ്റം പ്രസിദ്ധരായ വാഗ്മികളാണ്, പ്രാസംഗികരാണ്. അവരുടെ ഇടയിൽപ്പെട്ട ഒരു പാവം ഡോക്ടറാണ് ഞാൻ. ഡോക്ടർമാർ വലിയ പ്രാസംഗികരല്ല. പക്ഷേ എൻ്റെ ഭാഗ്യം പ്രതാപനെ പോലെ ഒരു വിദ്യാർത്ഥിയെ കിട്ടിയതാണ്.
ആ ദിവസം എനിക്കിന്നും ഓർമ്മയുണ്ട്. 2004 പ്രതാപൻ DM കോഴ്സിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. വെല്ലൂരും മറ്റ് പല രാജ്യങ്ങളിലും അവസാനത്തെ 5 വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രൊഫസറായിരുന്ന കാലത്ത് ധാരാളം വിദ്യാർത്ഥികൾ എനിക്കുണ്ടായിരുന്നു. DM ട്രെയിനിങ്ങിന് ഉള്ള വിദ്യാർത്ഥികളെ 74 തൊട്ടേ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കാരണം ഒരു ആൻജിയോഗ്രഫി ലാബില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. 73 DM പാസ്സായ കാലം തൊട്ട് ശ്രമിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ആൻജിയോഗ്രാഫി ലാബ് സ്ഥാപിക്കാനായിട്ട്. അതില്ലാതിരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് പ്രതാപൻ DM-ന് വന്ന് ജോയിൻ ചെയ്യുന്നത്. അതൊരു വളരെ ചലഞ്ചിങ് സിറ്റുവേഷനാണ് തിരുവനന്തപുരത്ത്. കാരണം വളരെ പ്രസിദ്ധമായ ചിത്ര സെൻ്ററുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അതിലും പല ഗവേഷണങ്ങളും കൂടുതൽ പഠനത്തിനുള്ള സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാം എന്നുള്ളത് പ്രൂവ് ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് അങ്ങേയറ്റം സഹായകമായിട്ട് ഉള്ളത് ഈ വിദ്യാർത്ഥികളായിരുന്നു. 2 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ ചെയ്തത് കഴിഞ്ഞ ഒരു 40-50 വർഷത്തിനിടയ്ക്ക് പ്രതാപനായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ലക്നൗവിലും ഡൽഹിയിലും പല സ്ഥലങ്ങളിലും ഈ പ്രബന്ധങ്ങൾ കൊണ്ട് പ്രസിദ്ധീകരിച്ചു. അവിടെ ഇത് അവതരിപ്പിച്ചു. ആ ചലഞ്ചുകൾ നല്ലവണ്ണം നിലനിർത്തി. അത് കഴിഞ്ഞിട്ട് പാസ്സായ അടുത്ത ദിവസം തന്നെ പ്രതാപനെ ബെൻസിഗർ ആശുപത്രി തട്ടിക്കൊണ്ടുപോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാവായിൽ അച്ഛൻ പറഞ്ഞു, ഒരു ദിലീപ് കുമാറിനെയാണോ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? പ്രതാപൻ ഒരു സിനിമാ നടനെ പോലെ ഭംഗിയുള്ള ഒരു പേഴ്സണാലിറ്റിയുണ്ട്. അതേസമയം അതുപോലെ രോഗികളോട് സംസാരിക്കുവാനും സ്വന്തമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിപ്പടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് ഇറ്റലിയിലേക്ക് പോകാനുള്ള പല സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കിയത്. വളരെ വിഷമിച്ച് വളരെ പാടുപെട്ടാണ് 2 വർഷമില്ലേ 2 വർഷം ഇറ്റലിയിൽ ചെലവാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിൽ നിന്നാണ് ഹൃദ്രോഗത്തിൻ്റെ പല പുതിയ നൂതന വിഷയങ്ങളും ഉതിർന്നു വന്നത്. അറ്റലിയോ, മെസേറി, ജോ കൊളംബോ തുടങ്ങിയ പ്രസിദ്ധരായ കാർഡിയോളജിസ്റ്റുകൾ ഉള്ള രാജ്യമാണ് ഇറ്റലി. അവിടെ നിന്ന് കിട്ടിയ പ്രഭാവമായിരിക്കണം പ്രതാപ് കുമാറിനെ ഇത്രയും വളരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഇന്ത്യയിൽ ഇപ്പോൾ ജംഷഡ്പൂരിലും വേറെ എവിടെയാണ് പ്രതാപൻ? ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹൃദ്രോഗ വിഭാഗം തുടങ്ങാൻ അദ്ദേഹത്തിന് മുന്നോട്ട് ഒരു ധൈര്യം കൊണ്ടുവന്നത് ഇതുകൊണ്ട് ആ ഇറ്റലിയിൽ നിന്ന് കിട്ടിയ പ്രചോദനമായിരിക്കണം. ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടാൽ ഇന്നലത്തെ എക്കണോമിക് റിവ്യൂവിൽ കേരളത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കുറവ് പാവപ്പെട്ടവരുടെ രാജ്യം ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വളരെ വിശദമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ഏറ്റവും കുറവ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റി. വളരെ നമുക്ക് അതിശയം തോന്നും ഇങ്ങനെയും ഒരു രാജ്യമുണ്ടോ എന്ന്. പക്ഷേ ആ രാജ്യത്ത് ആ സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം കണ്ടുവരുന്നത്, ഏറ്റവും കൂടുതൽ പ്രമേഹം കണ്ടുവരുന്നത്, ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദം കണ്ടുവരുന്നത്. ഈ നമ്മളുടെ ചെറിയ കേരളത്തിനാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണം ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ
പല രാജ്യങ്ങളിലെയും ഹൃദ്രോഗത്തിൻ്റെ കണക്കുകൾ ഒത്തുനോക്കിയിട്ട് 2 മാസം മുമ്പ് സർക്കുലേഷൻ മാഗസിൻ പറയുകയുണ്ടായി, ഹൃദയാഘാതം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സൗത്ത് ഏഷ്യയിലും ഈസ്റ്റേൺ യൂറോപ്പിലും റഷ്യയിലുമാണിന്ന്. ബാക്കി രാജ്യങ്ങൾ ഇതിനെ ഏതാണ്ട് തടഞ്ഞു നിർത്തി തുടങ്ങിയിരിക്കുന്നു. സൗത്ത് ഏഷ്യയിൽ ഇത് ഏറ്റവും കൂടുതലാണ്. സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ആൾക്കാർക്കാണ് അവരുടെ ജീവിതശൈലി മാറ്റുകയും അവരുടെ ഹൃദയാഘാതം ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കണ്ണിയാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ. ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രതാപനോട് നന്ദി പറയുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതട്ടെ. നാട്ടുകാർക്ക് ഇതാണ് ആവശ്യം. ഇത് വായിച്ച് എത്രത്തോളം ഹൃദയാഘാതം തടയാൻ, പ്രമേഹം തടയാൻ, രക്തസമ്മർദ്ദം തടയാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.